നറുചിന്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. ആയിരത്തി 1971 ആഗസ്റ്റ് 15 ജോളിയച്ചൻ പൂജാതനാകുന്നത്. 1971 ഒക്ടോബറിലാണ് ഞാനും ജനിക്കുന്നത്. ഞങ്ങൾ രണ്ടും സഹപാഠികളായിരുന്നു. 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ജോളിയച്ചൻ്റെ പിതാവ് ദാനിച്ചേട്ടൻ മരണമടയുന്നത്. സ്കൂൾ ഉള്ള ദിവസമായിരുന്നു. ചിറ്റൂരിൽ നിന്ന് 1-2 പേര് വന്ന് ജോളിയെ കൂട്ടിക്കൊണ്ട് ഒന്ന് ലൂർദ് ഹോസ്പിറ്റൽ വരെ വരണം എന്ന് പറഞ്ഞു. അധ്യാപകൻ്റെ സമ്മതത്തോടെ ഞാൻ ജോളിയച്ചനെയും കൂട്ടി ലൂർദ് ഹോസ്പിറ്റലിൽ വന്നു. അപ്പോൾ ജോളിയച്ചൻ്റെ പിതാവ് ഈ ലോകത്തോട് വിട പറഞ്ഞിരുന്നു. പിന്നീട് ജോളിയച്ചൻ സെമിനാരി വിദ്യാഭ്യാസവുമായി മുന്നോട്ട് പോയി. വൈദിക പഠനം കഴിഞ്ഞ് വൈദികനായി ഇടവക ജീവിതം ആരംഭിച്ചപ്പോൾ അന്നു മുതൽ ഇന്ന് വരെയും വിശ്വാസ ജീവിതത്തിൻ്റെ വലിയൊരു ദീപസ്തംഭമായിരുന്നു. വിശ്വാസികൾക്കെന്നും ദൈവത്തിലേക്ക് എത്തിപ്പെടുവാനുള്ള ഒരു അത്താണിയായി അച്ഛൻ മാറി. അച്ഛൻ കൈവച്ച എല്ലാ ഭാഗങ്ങളും തന്നെ പൊന്നു വിളയിച്ചു. തൊട്ടതെല്ലാം പൊന്നാക്കി മാറ്റിയാണ് നമ്മുടെ ജോളിയച്ചൻ നമ്മളിൽ നിന്ന് വിട പറയുന്നത്. അച്ഛൻ സെൻറ്റ് ജൂഡ് പള്ളിയിൽ തേവരയിലാണ് ആദ്യമായി നൊവേനകളുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. പിന്നീട് അങ്ങ് നൊവേന പള്ളികളുടെ ഒരു മധ്യസ്ഥനായി മാറുകയായിരുന്നു. ഓരോ നൊവേന പള്ളികളിലും ആയിരക്കണക്കിന് വിശ്വാസികൾ പ്രാർത്ഥനാ സഹായവുമായി അച്ഛനെ സമീപിക്കുമ്പോൾ അച്ഛൻ നടത്തുന്ന ദീപബലിയിലും ആരാധനയിലും ഒരുപാട് മനുഷ്യർക്ക് സൗഖ്യവും ഒരുപാട് പേർക്ക് അനുഗ്രഹവുമായി മാറി. അതിൻ്റെ ആകത്തുകയായിരുന്നു ഇന്നലെ നമ്മൾ ചിറ്റൂര് കണ്ടത്. ആ ജനസാഗരം അതിന് സാക്ഷ്യം ഏറ്റുപറയുകയായിരുന്നു. അച്ഛൻ എന്നും ദീപബലിക്ക് കടന്നു വരുമ്പോൾ ഞാൻ ചിറ്റൂർ തിരുക്കുടുംബ ദേവാലയത്തിൽ കപ്പേരായി ജോലി ചെയ്തിരുന്ന അവസരങ്ങളിൽ ദീപബലിക്ക് മുമ്പ് തിരുവസ്ത്രങ്ങൾ അണിഞ്ഞതിന് ശേഷം മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരു വൈദികനെ ഞാൻ കാണുന്നത് ജോളിയച്ചനിലാണ്. ഞാൻ തിരികെത്തിച്ച് മണിയടിച്ച് പ്രാരംഭഗാനം ആലപിച്ചതിന് ശേഷം പുറകിൽ വന്ന് അച്ഛനെ തോണ്ടുമ്പോൾ അച്ഛൻ കണ്ണിറുക്കി കാണിക്കും, കുറച്ചു നേരവും കൂടി. അങ്ങനെ തീഷ്ണതയോടെ ഉള്ള ദിവ്യബലി അർപ്പണമായിരുന്നു അച്ഛൻ്റേത്. സങ്കീർത്തിയിൽ ഒരു ആർത്തവാക്യം എഴുതി വച്ചിട്ടുണ്ട്. ഇത് ആദ്യത്തെ ബലിയാണ്, ഇത് അവസാനത്തെ ബലിയാണ്, ഇനി ഒരു ബലി ഞാൻ അർപ്പിക്കുമോ എന്ന് എനിക്കറിയില്ല. സത്യത്തിൽ ആ അർത്ഥം പൂർണ്ണമായി ഉൾക്കൊണ്ട് തന്നെയാണ് അച്ഛൻ ആത്മാർത്ഥതയോടെയാണ് ഓരോ ദീപബലിയും അർപ്പിച്ചു പോകുന്നത്. അച്ഛൻ്റെ മരണത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ വിശുദ്ധ അന്തോനീസിൻ്റെ വലിയൊരു ഭക്തനായിരുന്നു. ഒരുപാട് അന്തോനീസിൻ്റെ നൊവേനകൾ ചൊല്ലിയത് കൊണ്ടായിരിക്കാം വിശുദ്ധ അന്തോനീസിൻ്റെ ദിവസം ചൊവ്വാഴ്ചയാണ് അച്ഛൻ ഈ ലോകത്തോട് യാത്ര പറയുന്നത്. ചൊവ്വാഴ്ച കഴിഞ്ഞ് ബുധനാഴ്ച വള്ളുവള്ളിൽ പള്ളിയിലേക്ക് ചെല്ലുമ്പോൾ ഉറങ്ങുന്ന വിശുദ്ധ യൗസേപ്പിനെ കേരള സഭയ്ക്ക് സുപരിചിതനാക്കിയത് ജോളിയച്ചനാണ്. ശാന്തനായി ഉറങ്ങുന്ന വിശുദ്ധ യൗസേപ്പിനെ പോലെ ശാന്തമായി കണ്ണുകളടച്ച് ആ വൈദികൻ ആ തൻ്റെ ഇടവകയിലേക്ക് കടന്നു ചെന്നു. അവിടെ നിന്ന് ചിറ്റൂരിലേക്ക് യാത്രയായി.
വ്യാഴാഴ്ച വിശുദ്ധ യുദാത്തദേവുസിൻ്റെ ദിവസം. വിശുദ്ധ യുദാത്തദേവുസിൻ്റെ ഭക്തനായിരുന്നു. അതുകൊണ്ടായിരിക്കാം വ്യാഴാഴ്ച ദിവസം തന്നെ അദ്ദേഹത്തിൻ്റെ ശവസംസ്കാര ശുശ്രൂഷകൾ നടന്നത്. എന്തിനു പറയുന്നു, സ്വന്തമായിട്ട് ഒരു പേഴ്സ് ഇല്ലാത്ത ഒരു മനുഷ്യനായിരുന്നു അച്ഛൻ. ഒരിക്കൽ ചിറ്റൂര് ദീപബലി അർപ്പിക്കാൻ വന്ന അവസരത്തിൽ ചേഞ്ച് ഇല്ലാത്തത് കൊണ്ട് അച്ഛനോട് ഞാൻ ഒരു 100 രൂപ ചോദിച്ചു. പെട്ടെന്ന് അച്ഛൻ്റെ മുഖം മാടി. അച്ഛൻ എന്നോട് പറഞ്ഞു, എടോ എനിക്ക് പേഴ്സില്ല, എനിക്ക് സ്വന്തമായിട്ടൊരു പേഴ്സില്ല എന്ന് അച്ഛൻ എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓർത്തു, പലപ്പോഴും അച്ഛൻ ദേവാലയത്തിൽ വരുമ്പോൾ ആരുടെയൊക്കെ കാർ ഓടിച്ചു വരും. ആ കാറിന് പെട്രോൾ അടിക്കുന്നത് സ്വന്തം അനിയൻ ജോഷിയെ വിളിക്കാൻ പറയും. ജോഷിയാണ് ആ കാർ കൊണ്ടുപോയിട്ട് പെട്രോൾ അടിച്ചു കൊണ്ടുവരുന്നത്. ഇങ്ങനെ ഈ ലോകത്തിൻ്റെതായ ഒന്നിനും വലുതല്ല, ദൈവമാണ് വലുത്. ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളാണ്, അതിനാണ് കൂടുതൽ ജോളിയച്ചൻ പ്രാധാന്യം അറിയിച്ചത്. സെന്റ് ജൂഡിൻ്റെ നൊവേന കേന്ദ്രമായ കൊരട്ടിയിൽ അച്ഛൻ നടത്തിയ പ്രവർത്തനങ്ങൾ വളരെ വലുതാണ്. അതുപോലെ തന്നെ തൃപ്പൂണിത്തുറയിൽ യൗസേപ്പ് പിതാവിൻ്റെ പള്ളിയിൽ അതിൻ്റെ വികസനവും നൊവേനകളും ഒക്കെയായി മുന്നോട്ട് പോയി. വള്ളുകുളിയിൽ വന്നപ്പോൾ അവിടെയും യൗസേപ്പ് പിതാവിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോയി. ജനങ്ങൾക്ക് വേണ്ടി ജീവിച്ച ഒരു വലിയൊരു ഇടയൻ. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളുമായി ഏറെ അടുത്ത് പരിചയവും സുഹൃത്ത് ബന്ധവും ഉള്ളതുകൊണ്ട് ഈ അവസരത്തിൽ അച്ഛൻ്റെ പ്രവർത്തനങ്ങൾ എത്രയോ വലുതായിരുന്നു എന്ന് നിങ്ങളോട് ഞാൻ ഉണർത്തിക്കുകയാണ്. ഇനിയും നിങ്ങൾ അച്ഛനോട് പ്രാർത്ഥിക്കാം. കാരണം തീർച്ചയായും അച്ഛന് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കാൻ സാധിക്കും. ധന്യമായൊരു ജീവിതമാണ് അച്ഛൻ നിർവഹിച്ചത്. ഈ ലോകത്തോട് വിട പറഞ്ഞു പോയെങ്കിലും നമ്മളെ ഓർമ്മകളിലും എന്നും അച്ഛൻ ജീവിക്കും. നമുക്കെന്നും അച്ഛന് വേണ്ടിയും പ്രാർത്ഥിക്കാം. മാനുഷികമായ എന്തെങ്കിലും ബലഹീനതയാൽ എന്തെങ്കിലും ഒരു പാവക്കടത ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദൈവം പൊറുക്കും. അത്രമാത്രം ദൈവത്തിന് വേണ്ടി പ്രവർത്തിച്ച ഒരു മനുഷ്യനാണ്. നമ്മുടെ വരാപ്പുഴ രൂപതയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നഷ്ടമാണ്. പകരം വെക്കാൻ മറ്റൊരാളില്ല എന്നത് ഒരു സത്യമാണ്. കാരണം അത്രമാത്രം തീഷ്ണതയോടുകൂടെ ദൈവത്തിനും ദൈവജനത്തിനും വേണ്ടി അധ്വാനിച്ച വലിയൊരു മനുഷ്യൻ. ഇനിയെന്നും നമ്മുടെ പ്രാർത്ഥനകൾ ശ്രവിക്കുവാൻ ദൈവസന്നിധിയിൽ അച്ഛനുണ്ടാകും. നമുക്ക് തീർച്ചയായിട്ടും അച്ഛനോട് പ്രാർത്ഥിക്കാം. നമ്മൾ എന്നും നൊവേന കേന്ദ്രങ്ങളിൽ വെച്ച് അച്ഛനെ കാണുമ്പോൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് നമ്മൾ പറയും. ആ പ്രാർത്ഥന ഇനിയും നമുക്ക് തുടരാം. വിശ്വാസ ചൈതന്യം ഊട്ടിയുറപ്പിക്കുവാൻ അച്ഛൻ നൽകിയ മഹത്തായ എല്ലാ പ്രവർത്തനങ്ങൾക്കും ദൈവസന്നിധിയിൽ അച്ഛൻ വഴി നൽകിയ എല്ലാ നന്മകൾക്കും നമുക്ക് ദൈവത്തോട് നന്ദി പറയാം. ഇങ്ങനെ ഒരു വൈദികനെ തന്നതിന്, രൂപതയ്ക്ക് ഇങ്ങനെ ഒരു വൈദികനെ കിട്ടിയതിന് നമുക്കെന്നും അഭിമാനത്തോടുകൂടെ അച്ഛൻ തുടങ്ങി വെച്ച എല്ലാ പ്രവർത്തനങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ. അച്ഛന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം അച്ഛനോട് നമുക്കും പ്രാർത്ഥിക്കാം. ദൈവമേ, അവിടുന്ന് അച്ഛനായി ഒരുക്കിയിരിക്കുന്ന വലിയൊരു സൗഭാഗ്യം അനുഭവിക്കുവാൻ അച്ഛന് സാധിക്കട്ടെ എന്ന് ഈ അവസരത്തിൽ ആശംസിക്കുന്നു. എല്ലാവരും വീണ്ടും പ്രാർത്ഥനയിൽ അച്ഛനെ ഓർക്കുക. അച്ഛൻ തീർച്ചയായിട്ടും നമ്മൾ ഓരോരുത്തരെയും വ്യക്തിപരമായി അറിയുന്നുണ്ട്. നമ്മുടെ ആവശ്യങ്ങൾ തീർച്ചയായിട്ടും അവിടുന്ന് ദൈവസന്നിധിയിൽ